തെക്കിനി ആക്ച്വലി എനിക്കൊന്ന് ഇതിന് ഗോവിന്ദ് ഇൻസ്പിറേഷൻ ആക്ച്വലി കിട്ടിയത് മണിച്ചിത്രത്താഴിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നിന്നാണ് ആക്ച്വലി. അപ്പോൾ അതിൻ്റെ തുടക്കം ഇൻട്രോയിലൊക്കെ മണിച്ചിത്രത്താഴിൻ്റെ തീം മ്യൂസിക് ഒക്കെ ഉണ്ട് ആക്ച്വലി. ആൻഡ് ഈവൻ റിഫിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ എവിടെയൊക്കെ ഉണ്ട്. അതെ, തെക്കിനി പറഞ്ഞാൽ ആ ഗോവിന്ദ് ചെയ്തപ്പോൾ മണിച്ചിത്രത്താഴിൻ്റെ ആ എലമൊക്കെ വരുമ്പോൾ തെക്കിനി ഭാഗത്തേലും പുതിയതാണോ? അതെ അതെ. നമ്മയൊക്കെ അത് എനിക്ക് തോന്നുന്നു തെക്കിനി ആൻഡ് നീലി അല്ലേ? നീലിയാണ് ബേസിക്കലി ഇത്തിരി കൂടി ഹെവി ആയിട്ട് ചെയ്യുന്നത്. ഇത്തിരി മെറ്റൽ എലിമെന്റ്സ് ആയി ഉള്ള പാട്ടുകൾ ഇതായിരുന്നു. മണിച്ചിത്രത്താഴത്തെ പാട്ടിൽ നിന്നും മാത്രമല്ല, ആ സിനിമ, ആ കഥ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഇൻഫ്ലുവൻസ്ഡും കൂടെയാണ് ആക്ച്വലി. ജോൺസൺ മാസ്റ്ററിൻ്റെ ഒരു ഓൾ ടൈം റെക്കഗ്നൈസബിൾ സാധനങ്ങൾ. പിന്നെ ജോൺസൺ മാഷ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒരു ജീനിയസ് ആയിരുന്നു, കിങ് ആയിരുന്നു. ആളുടെ ഒരു ജീനിയസ് വേറൊരു സാധനമായിരുന്നു. ദ വേ ഹി യൂസ്ഡ് ഇൻസ്ട്രുമെന്റ്സ്, മൃദംഗമൊക്കെ അതിൽ വളരെ കുറച്ച് എലിമെന്റ്സ് വെച്ചിട്ട് ആ ആൾക്കാരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉണ്ടല്ലോ ജോൺസൺ മാസ്റ്ററുടെ. വെറുതെ ഒന്ന് രണ്ട് ചിലപ്പോൾ ഒരു മൃദംഗത്തിൻ്റെ ഒറ്റ ഇതായിരിക്കും ഭയങ്കര ഹോണ്ടിങ് ആണ്. വൺ ഓഫ് ദി all time greats from Indian cinema actually. I mean, മൂന്നാം പക്കം to be honest, world cinema. I mean, എന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടെ ആയത് കാരണം പുള്ളിയുടെ അത് സെലിബ്രേറ്റ് ഐ മീൻ നമ്മൾ മലയാളികൾ മാത്രമേ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളൂ ആക്ച്വലി. ഇനീഷ്യൽ ഡ്രിഫ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തോ കിട്ടിയതാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സെക്ഷൻ ഡ്രിഫ് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഗോന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു പുതിയൊരു സാധനം ആഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഓൺ ദ സ്പോട്ട് ആ സമയത്ത് പെട്ടെന്നുള്ള ഒരു സാധനം വായിച്ചു. അത് വായിച്ചത് എന്താണെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു ആക്ച്വലി. വായിച്ച് കേട്ട് കഴിഞ്ഞിട്ട് ഓക്കെ, എന്നിട്ട് ഞാൻ രണ്ടാമതത് പഠിച്ച് എന്നിട്ട് അങ്ങനെയാണ് ആ ട്രാക്ക് ഡബിൾ ചെയ്തത്. രണ്ടാമത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇങ്ങനെ ഡബിളിങ് പരിപാടിയുണ്ട്, അത് ലെഫ്റ്റിലും റൈറ്റിലും കിട്ടാൻ മറ്റേ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ എനിക്ക് അപ്പം തന്നെ മറ്റേ അതിൻ്റെ മുകളിൽ ലെയറിൽ മറ്റേ ഇത് ഈ സാധനമില്ലേ ഈ പാട്ട് സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ IPRSൻ്റെ ഒക്കെ ഇഷ്യൂ റേസ് ആവും എന്നുള്ളത് നമുക്കറിയായിരുന്നു. അപ്പം മാത്രമല്ല, മോർ ദാൻ IPRS, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സംഗീതത്തിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികളല്ലാത്ത ആൾക്കാരിലേക്ക് നമുക്ക് നമ്മുടെ പാട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടി ഒരു വൈഡർ ഓഡിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതറിയാൻ വേണ്ടി നമ്മൾ ആക്ച്വലി കോപ്പിറൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു വിൽസൺ മ്യൂസിക് ഇതിൻ്റെ. തെക്കിനി എന്ന് പറയുന്ന പാട്ട് ആണ് നമ്മൾ നമ്മയിൽ ആദ്യമായിട്ട് ഫീച്ചറിങ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കാനുള്ള കാരണം ആ പാട്ടാണ്. ആ പാട്ടാണ് ആദ്യം ആക്ച്വലി അതൊരു സിംഗിളായിട്ട് ഇറക്കാനുള്ളൊരു പ്ലാനായിരുന്നു. നമ്മ എന്നുള്ള ഐഡിയ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. നീ ഒന്നും ആ സമയത്ത് നമ്മൾ ഒരു ആൽബത്തിലോട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിലോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു പ്ലാനിലോട്ടോ എത്തിയിട്ടുണ്ടായിരുന്നില്ല. തെക്കിന് ഞാനിങ്ങനെ വെറുതെ ഒരു ഐഡിയ പോലെ ഒരു സാധനം ചെയ്തപ്പോൾ ഞാനത് അശോക് ഒരു എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവനെ കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ അശോകാണ് പറഞ്ഞത് അതിനകത്ത് അവസാനത്തെ ഞാനൊരു തബല പോലെ ഒരു സാധനം ചെയ്തു വെച്ചിരുന്നത്.
അപ്പോൾ അത് നമുക്ക് സാക്കിർ ഹുസൈനെ ചുമ്മാ രസത്തിന് പറഞ്ഞതായിരുന്നു. സാക്കിർ ഹുസൈനെ ഫീച്ചർ ചെയ്താൽ ഭയങ്കര രസമായിരിക്കും. ഞാൻ ആക്ച്വലി ഗോവിന്ദിന് ഇതിനു മുമ്പ് സിൽവേനിയയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വെച്ച് ഞാൻ ഗോവിന്ദിൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഗോവിന്ദ് എന്നെ കേൾപ്പിക്കണ ഒരു പാട്ടായിരുന്നു തെക്കിനി. അവൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അവൻ ക്ലൗഡിലത്തെ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ കേൾപ്പിക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ പറയണ എടാ അത് ഞാൻ കേട്ടിട്ടുള്ള സാധനം അല്ലല്ല കുറച്ചുകൂടി വർക്ക് ചെയ്തിട്ടുണ്ട് ആയിട്ട് കേൾപ്പിച്ച്. പിന്നെ ഗോവിന്ദൻ്റെ പാട്ടുകൾ കേട്ട് അമ്പരക്കുക എന്നുള്ളൊരു പുതിയ കാര്യമല്ല. ഞെട്ടി ഞാൻ സംഭവം കൊള്ളാമെന്നൊക്കെ. പക്ഷേ ആ സമയത്ത് അതിൻ്റെ അവസാനത്തെ തബല ബിറ്റ് കേട്ടപ്പോൾ ഞാൻ ആക്ച്വലി ഗോവിന്ദനോട് പറഞ്ഞു എടാ നമുക്കിത് സാക്കിർ ഹുസൈനെ പോലത്തെ ആരെങ്കിലും കൊണ്ടൊക്കെ നമുക്കൊന്ന് വായിപ്പിക്കാൻ നോക്കാം. അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു അതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കാം, എങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ വഴി വരും. അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്തിട്ട് സാക്കിർ ഹുസൈനെ പക്ഷെ കിട്ടണില്ല. അപ്പോൾ ഐഡിയ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ നമ്മൾ അശോക് ത്രൂ തന്നെ സാക്കിർ ഹുസൈനെ ശ്രമിച്ചു. പക്ഷെ പുള്ളിക്ക് അതിന് സാധിച്ചില്ല. പുള്ളി പല കാരണങ്ങൾ കൊണ്ട് പുള്ളിക്ക് വായിക്കാൻ പറ്റിയില്ല. പക്ഷെ ആ ഐഡിയ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു ഭയങ്കര വലിയൊരു ഐഡിയ ആയിട്ട് തോന്നി. അപ്പം അതുകൊണ്ടാണ് ആ ട്രിബ്യൂട്ട് ടു ദ ലെജൻഡ്സ് എന്നുള്ള ഐഡിയ വരാനുള്ള കാരണം. തെക്കിനി എന്നുള്ള പാട്ടാണ് നമ എന്നുള്ള ആൽബത്തിൻ്റെ ഔട്ട്പുട്ടിന് കാരണം ആക്ച്വലി. സമയത്ത് എൻ്റെ സ്ഥിരം സ്വഭാവം പോലെ തിരി കൊളുത്തിയിട്ട് ഞാൻ പോയി. അവൻ പക്ഷേ ഗോവിന്ദിൻ്റെ ഒരു നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു സംഭവമാണ് അവൻ്റെ പേഴ്സിവിയറൻസ്. ഒരു സംഭവമാണ് അവൻ അപ്പോഴതിന് ഐഡിയ അവന് കിട്ടി. അപ്പോഴതിനും അവൻ പിന്നെ ഇതിൻ്റെ പിന്നിലായിരുന്നു. 2 ഫീച്ചറിങ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ക്രിസ് ആഡ്ലർ ഫ്രം ലാംബ് ഓഫ് ഗോഡ് എന്ന് പറയാൻ അല്ലേ, അതെ മെഗഡത്തിലുണ്ടായിരുന്നു പുള്ളി. പിന്നെ ഉമയാൽപുരം സാർ. അപ്പോൾ ആ തെക്കിനിയിൽ നമ്മൾ നമ എന്ന ഹോൾ പ്രൊജക്റ്റിൽ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യാത്ത ആൾക്കാരില്ല. കോൾഡ് പ്ലേ മുതൽ പിങ്ക് ഫ്ലോയിഡ് വരെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അയച്ച മെയിലുകളിലൊന്നാണ് തെക്കിനിക്ക് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ചെയ്ത് നമ്മൾ ആക്ച്വലി മെറ്റൽ ഡ്രമ്മർ വേണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ ക്രിസ് ആയിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ ക്രിസ് ആഡ്ലറായിരുന്നു. അതായത് എനിക്കതൊരു ഡ്രീം കം ട്രൂ മൂവ്മെന്റ് ആയിരുന്നു ആക്ച്വലി. ഞാൻ കോളേജിലാണ് കൂടുതൽ ഈ മെറ്റൽ ബാൻഡ്സിനോട് ഇങ്ങനെ കുറെ ഇൻട്രൊഡ്യൂസ് ആയത്. അപ്പോൾ അതിൽ लैम्ब ऑफ गॉड वाज वन ऑफ देम. तो लैम्ब ऑफ गॉड का मतलब स्पेशलिटी इज लाइक क्रिस एडलर का क्रेज बहुत था. मतलब वो मेटल हेड्स में जो मुंबई में नहीं मतलब हर जगह है. क्रिस एडलर मतलब वो एक अलग ही फैन बेस है सब मेटल हेड्स का. लैम्ब ऑफ गॉड मतलब सबसे पहले लोगों को क्रिस एडलर ही आते दिमाग में. उसके बाद वो लोग वो जो वोकलिस्ट है ना उसके बारे में बोलते हैं. लेकिन क्रिस एडलर का क्रेज अलग है. तो मैं ऐसा वो टाइम पे सब लैम्ब ऑफ गॉड सुनते लाइफ में कभी सोचा नहीं कि ऐसा कनेक्ट होएगा कभी. പുള്ളി ഇന്ത്യയിൽ വരുന്ന സമയത്ത് അപ്പോൾ നമ്മളിതൊന്ന് പിച്ച് ചെയ്ത് നോക്കി. അപ്പോൾ പുള്ളി പാട്ട് കേൾക്കാം എന്നുള്ളൊരു ഇതിലെത്തി. അപ്പോൾ പാട്ട് കേട്ട് പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് പുള്ളി വായിക്കാമെന്ന് സമ്മതിച്ചു. മുംബൈയിൽ വെച്ച് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഇവനും കൂടി പോയി. मेरा एक फ्रेंड भी था उसको मिलने के लिए आया था वहाँ पर. वो मतलब उसको जब मैं बोला ना तेरे को पता क्योंकि वो डाई हार्ड फैन था लैम्ब ऑफ गॉड का. ग्लेन याद है. तो जब मैं उसको बोला देख तेरे को एक बात बोलने गए तो क्रिस एडलर आ रहे हम लोग एक ट्रैक के लिए प्ले करने के लिए. तो वो बोल रहा मतलब उसको बिलीव ही नहीं हो रहा क्या सुन रहे हो. लाइफ में उसने सोचा नहीं कि ऐसा कभी सिचुएशन हो सकता है. कोई इंडियन बैंड एक इंटरनेशनल आर्टिस्ट को लेके अपना वो भी लैम्ब ऑफ गॉड किसी ने सोचा रहेगा क्या. कोई भी बैंड भी ऐसा सोचेगा भी क्या. പുള്ളി ചില പോർഷൻസ് ഒക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുത്ത സാധനം അങ്ങനെ റിട്ടേൺ ചെയ്തു. പുള്ളിയുടെ സാധനം വായിക്കേണ്ട പുള്ളി അത് പഠിച്ച് പുള്ളി അതുപോലെ വായിച്ച് ഭയങ്കര वो एक एक्सपीरियंस था. ഡബിൾ പെഡൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ സ്ക്വാണ്ടേസ് വേറെ ലെവലാണ്. मतलब वो ड्रीम मूवमेंट था जो वहां पर एक्सपीरियंस किया था ना क्रिस एडलर को. मतलब और उनका बेस्ट चीज क्या लगा उन्होंने क्या बहुत ही वाज वेरी हम्बल. इतना हम्बल था क्या उसका ड्रम्स वही खुद सेट कर रहा है. ഫുൾ പുള്ളി തന്നെയായിരുന്നു സെറ്റ് ചെയ്തത്. खुद बैठ के सेट किया. मतलब उसको कोई नहीं चाहिए बोला मैं सेट कर लूंगा सब.
और बार बार बोलते ना सब ऐसा हर एक बार ऐसा पूछते जा रहे हैं, ये सही है ये गलत है, मतलब वो पूछ के कर रहा है ऐसा, उसको खुद से ऐसा कुछ करना नहीं है. हाँ लैम्ब ऑफ गॉड का ड्रमर ऊपर सेटलर तो वैसा वैसा कुछ भी नहीं. ഭയങ്കര സംഭവമായിരുന്നത് അത്. അതുകൊണ്ട് പുള്ളി പുറത്ത് വന്നിട്ട് നമ്മളെ മ്യൂസിക്കിൽ നവരസം കേട്ട്, കത്രികോൻ വായിച്ച പാട്ട് കേട്ട്, മാർക്കോ വായിച്ച പാട്ട് കേട്ടു. पुल्ली इवन इंगोटा ऐसा भी पूछा इंगने जोजू तुम लोग मेरे को क्यों बुलाया, तुम लोग इतना सब बड़ा बड़ा आर्टिस्ट लोग को मतलब ये एल्बम में प्ले करवाया है, तो मुझे बुलाने का जरूरत क्या है, वो मार्को मिनेमन से सब तुम लोग ने प्ले करवाया तो मुझे क्यों बुलाया तुम लोग ने, ऐसा पूछ रहा था. ഈ കെപ്റ്റ് ഇൻ ടച്ച്. അതായത് പുള്ളി എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് അയക്കും, ഇടയ്ക്ക് മെയിൽ അയക്കും. എന്നിട്ട് പുള്ളി ആ സമയത്ത് പുള്ളിക്ക് ആക്സിഡൻറ്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് പുള്ളി എനിക്ക് കൊച്ചിയിൽ താമസിക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണൽ മെസ്സേജ്, വാട്സാപ്പ് നമ്പർ ചോദിച്ചിട്ട് പേഴ്സണൽ മെസ്സേജ് അയച്ചു, നമുക്കൊരു ആൽബം ചെയ്യണം. ഞാൻ ഇത് കഴിച്ചെന്നില്ലായിരുന്നു, ഞാനും പുള്ളിയും കൂടിയിട്ട് പുള്ളിക്ക് വേണ്ടി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങണം. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ സൗണ്ടിങ്, നമ്മുടെ ആ സെൻസിബിലിറ്റീസ്. യൂണിവേഴ്സൽ സ്റ്റുഡിയോസിന് പിച്ച് ചെയ്യാൻ ഒരു ഇൻ്റർനാഷണൽ ആൽബം പുള്ളി ഞാൻ സോളോ ആവാൻ നോക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് പുള്ളിക്ക് പിന്നെ ആക്സിഡൻ്റ് ഒക്കെ ആയി. പിന്നെ ആ പ്രൊജക്റ്റ് നടത്തില്ല. ഞാൻ പിന്നെ ഫോളോ അപ്പ് ചെയ്യുന്നതിൽ മെടുക്കനായതുകൊണ്ട് അത് നടന്നില്ല. അത് ഭയങ്കര സംഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പുള്ളിയുടെ ആ പാട്ട് ആസ് എ തെക്കിനി ആസ് എ ഹോൾ എടുത്ത് നോക്കുമ്പോൾ ആ പുള്ളിയുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നെ അടുത്ത ആൾ വരുന്നത്, ഉമ്മയാൾപുരം. ഞാൻ ആ സമയത്ത് തന്നെ ഗോവിന്ദടുത്ത് പറയടാ, ആക്ച്വലി തബല തന്നെ വേണോ, നമുക്ക് മൃദംഗം ആയാലോ. അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു അതും ആക്ച്വലി ഡൂവബിളാണ്. ഗോവിന്ദ് പെട്ടെന്ന് തന്നെ എന്നിട്ട് മൃദംഗം റഫായിട്ട് ഇത് സാധനം വായിച്ചിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞു. അന്ന് ഓബ്വിയസ്ലി എൻ്റെ മനസ്സിൽ ഞാൻ ചെറുപ്പം മുതലേ കേട്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഉമ്മയാൾപുരം കെ ശിവരാമൻ സാർ. അച്ഛൻ ഭയങ്കര ഫാനാണ് പുള്ളിക്കാരൻ. ഞാൻ ഇഷ്ടംപോലെ പുള്ളിക്കാരൻ്റെ കച്ചേരി കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ എപ്പോഴും തമാശയ്ക്ക് എന്നെ ശിഷ്യൻ എന്നാണ് വിളിക്കുക. വിളിയേക്കാനുള്ള യോഗ്യത ഒന്നും ഇരിക്കില്ല, പക്ഷേ ആളിങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ അതുപോലെ ആളുടെ അടുത്ത് സംസാരിച്ച് അപ്പം തന്നെ ആള് റെഡിയായി. ഉമ്മയാൾപുരത്തിന്റെ റെക്കോർഡിങ് നീ ഉണ്ടായിരുന്നില്ല? അതിനും നീ ഉണ്ടായിരുന്നു? റെക്കോർഡിംഗ് ഇല്ലായിരുന്നു, കാണാൻ പോയപ്പോ ഉണ്ടായിരുന്നു. ആ പുള്ളിയെ മീറ്റ് ചെയ്യാൻ പോയപ്പോ ഉണ്ടായിരുന്നു. നീ എല്ലാ പാട്ടും ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ഒരു പണിയില്ലാത്ത പാട്ടിൽ ഇതിനുണ്ടായിരുന്നു. ഉമ്മയാൾപുരത്തിന്റെ റെക്കോർഡ് പുള്ളി ആ സമയത്ത് 18 വയസ്സ്. എത്ര വയസ്സുണ്ടായിരുന്നതാ? ആ അമ്മേ, മൃദംഗത്തിന്റെ റെക്കോർഡിങ് സെഷൻ ഒരു രക്ഷയില്ലായിരുന്നു. അത് വായിക്കുന്ന വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞല്ലോ, നാട്ടി എന്നൊക്കെ പറഞ്ഞ റിങ് ഇങ്ങനെ കേട്ടൊക്കെയാണ് ഫസ്റ്റ് ടൈം. ഞങ്ങൾക്ക് ആളുടെ അടുത്ത് സംഗീതപരമായിട്ട് ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ ഗോവിന്ദ് എന്തായാലും വാ തുറക്കൂല, അതെനിക്കറിയാം. ഇങ്ങനത്തെ ആൾക്കാരുടെ മുന്നിൽ പോയി കഴിയണമെങ്കിൽ അവൻ അന്ന് കാലത്ത് സംസാരിക്കൂലായിരുന്നു. അപ്പം ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ കൊണ്ടുപോകണത്. അപ്പം എനിക്ക് വേറെയാണ് പുള്ളിക്കാരുടെ അടുത്ത് സംഗീതത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആരാ എന്നാണ് എൻ്റെ തലയിൽ വരുന്നത്. അപ്പം അങ്ങനെ അനീഷും കൂടെ വന്നു, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്ന് പോയി. അവിടെ വെച്ച് സാറ് പാട്ട് കേൾപ്പിക്കുക. അപ്പം നമ്മളിൽ സ്പീക്കറോ ഒന്നുമില്ല, ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോൺ എന്നിട്ട് കേൾപ്പിച്ച് തുടങ്ങിയപ്പോഴേ ആൾ പറഞ്ഞു, അപ്പം ആൾ പറഞ്ഞു നമ്മൾ തുടങ്ങണേക്കാട്ട് മുമ്പ് ഞാനൊരു കാര്യം പറയാം, ഞാൻ കുറച്ച് വായിക്കാം, എന്നിട്ട് നിങ്ങളത് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് എനിക്ക് തോന്നുന്ന ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ സംഗീതത്തിൻ്റെ കൂടെ ഞാൻ വായിക്കണേക്കാട്ട് നല്ലത് എൻ്റെ മാറ്റിയെന്ന് വെച്ചാൽ മതി ആകുമ്പോൾ നിങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്, അതൊന്ന് അതൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം, ബേസിക്കായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. അപ്പോൾ ഞങ്ങൾ ശരി. എന്നിട്ട് ഞാനപ്പോൾ ആകെ കൺഫ്യൂഷനായി, കാരണം ഗോവിന്ദൻ്റെ തലയിൽ ആ നേരത്തെ എങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞൂടല്ലോ. എന്നിട്ട് നമ്മൾ ശരി എന്നായിട്ട് വേറൊരു ദിവസത്തേക്ക് റെക്കോർഡിംഗ് ഒക്കെ തിരിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഏത് പാട്ടിൻ്റെ ടൈം സിഗ്നേച്ചർ എന്താണ് എന്ന്. അപ്പോൾ ഞാൻ ബ്ലാങ്കാണ്. ഞാൻ ഗോവിന്ദൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ നീ പറഞ്ഞോ എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത്. എനിക്ക് സംഭവം ആ എക്സൈറ്റ്മെൻറ്റിലേക്ക് ടൈം സിഗ്നേച്ചർ മനസ്സിലാവില്ലേ പാട്ടിൻ്റെ എന്തായാലും 4/4 ആണ്, പക്ഷെ അതിലൊരു സ്വിങ് ഇല്ലേ, അപ്പൊ 6/8 എന്ന് പറയണോ? പുള്ളിക്കാരുടെ അടുത്ത് എങ്ങനെയാണ്? കാരണം പുള്ളിക്കാരുടെ അതിന്റെ താളവട്ട എല്ലാ കണക്കൊക്കെ ഉദ്ദേശിച്ചിട്ടൊക്കെയാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അത്യാവശ്യം സ്കേറിയായിരുന്നു. ടൈം സിഗ്നേച്ചർ ഏതാണ്? ഞങ്ങൾ എല്ലാവരും ഒരാൾക്കും അറിയില്ല ടൈം സിഗ്നേച്ചർ ഏതാണ്. അത് പിന്നെ ടെമ്പോ
अच्छा उसने अपने को ऐसा भी पूछा भी ना ആ നിന്റെ അടുത്താ ചോദിച്ചു, നിന്റെ അടുത്ത് ചോദിച്ചു. मे बी हाँ तुमको ये सब पता नहीं है ഓക്കെ. टाइम सिग्नेचर क्या है पता नहीं है मैं बोला यस यस नो नो बोलते हैं यस അപ്പോഴത്തേനും ഇങ്ങനെ പറഞ്ഞു അതിപ്പോൾ രൂപകം ആയിരിക്കും ഇതൊക്കെ പറഞ്ഞിട്ട് ആള് മനസ്സിലായി നമ്മൾ കിഴങ്ങന്മാരാണോ ഒന്നും പറയാൻ പോണില്ല. പിന്നെ അടുത്ത ഒന്നോ രണ്ടോ ആഴ്ചയുടെ അകത്ത് നമ്മളിത് സെറ്റാക്കി. പുള്ളിക്കാരൻ തന്നെ അടുത്തുള്ളൊരു റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ പോയി ആള് മൈക്ക് സെറ്റ് ചെയ്തു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആള് ആദ്യം എന്നിട്ട് ഇതൊന്ന് റെക്കോർഡ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് പാട്ടിൻ്റെ കൂടെ വായിക്കണം. ആളൊരു തനിയാവർത്തനം വായിച്ചു. എൻ്റെ പൊന്നു, അതും നമ്മളുടെ ഒരു പലപ്പോഴും നമ്മുടെ മ്യൂസിക്കിൻ്റെ അണ്ടർ അപ്രീസിയേഷൻ ടുവേർഡ്സ് വെസ്റ്റേൺ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ്സ് നന്നായിട്ട് റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചിട്ടില്ല. ബ്രിട്ടീഷുകാർക്കും അമേരിക്കൻസിനും അവർക്ക് ആ ഒരു റെക്കോർഡിങ് ടെക്നിക്ക് ഉണ്ട്. അവരുടെ ഇൻസ്ട്രുമെൻറ്റ് ഡ്രംസും ഗിറ്റാർ ഇതൊക്കെ ആണെങ്കിൽ അതിൻ്റെ മൈക്കിംഗ് ടെക്നീക്സ് അവർ അതിൻ്റെ പിന്നിൽ റിസർച്ച് നടത്തിയിട്ടുണ്ട്. നമ്മളകത്ത് ഒരു പരിപാടിയിലല്ലോ, റൂമിൽ വരുന്നു, മൈക്ക് ചെയ്യുന്നു, വായിക്കുന്നു, സൗണ്ട് വരുന്നുണ്ടോ, ഗെയിൻ ഇത്ര മതി, ആ ടോണാലിറ്റി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണമല്ലോ. അന്ന് നമ്മൾ മാക്സിമം അത് ശ്രമിച്ചായിരുന്നു. അവരുടെ അടുത്ത് നേരത്തെ കൂടെ എൻജിനീയേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള റിസർച്ചൊക്കെ ചെയ്തു. പുള്ളിക്കാരൻ പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തില്ല. പുള്ളിക്കാരൻ വെച്ചത് ടോൺ ഈസ് മെയ്ഡ് ബൈ ദ ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് എന്ന് പറയണ എൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, ആളത് പ്ലേ ചെയ്തു. അത് ഈവൻ നമുക്ക് EQ പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ. അങ്ങനെ തന്നെ വെച്ചു, ക്യാപ്ചർ ചെയ്തു. അങ്ങനെ തന്നെ ഒരു എഡിറ്റും ഇല്ലാണ്ട് വെച്ചിരിക്കുന്നതാണത്. അത് അപ്പോൾ ഗോവിന്ദൻ്റെ അടുത്ത് അപ്പോൾ പുള്ളിക്കാരനത് പറയുമ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഞാൻ എക്സൈറ്റഡ് ആയി. എടാ ഗോവിന്ദ് ഇത് മൊത്തം വെക്കാൻ പറ്റുമോ? ഗോവിന്ദ് ഇത് തൊടുന്നില്ല, അങ്ങനെ തന്നെ വെക്കാം. കാരണം ഞങ്ങൾ ബീറ്റായി പോയി. ഭയങ്കര ഒരു സംഭവം ജേണി ആയിരുന്നു. ആ എക്സ്പീരിയൻസുകളൊക്കെ തിരിച്ചു കിട്ടുള്ളൂ ഒരിക്കലും. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ.